മല്ലപ്പള്ളി പ്രസംഗ കേസിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ തിരിച്ചടി. ഭരണഘടനയെ അധിക്ഷേപിക്കുന്ന പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. പോലീസ് തിടുക്കത്തിൽ അന്വേഷണം നടത്തിയെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം വേണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം തള്ളി. രാജിവെക്കണമെന്ന പ്രതിപക്ഷം. രാജിയില്ലെന്ന് സജി ചെറിയാൻ. ഒരു തീരുമാനമില്ല. ഇപ്പൊ മന്ത്രിയായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. എന്റെ ജോലി പാലക്കാട്ടെ പോളിംഗ് ഇടിവിൽ ഞെട്ടിയിട്ടും വിജയം അവകാശപ്പെട്ട മുന്നണികൾ. ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നില്ലെന്ന നേതാക്കൾ. CPM-ഉമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് പോകുന്നു. അപ്പൊ അവര് പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവർ പറയുന്നത്. 40,000 സേഫ് രാഷ്ട്രീയ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ പോലും കൃത്യമായി അമ്മമാരും പ്രായമേറിയവരും ഏറെയുള്ള വോട്ടർമാരുടെ ബേസാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ട് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു ബൂത്ത് അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ പോളിംഗ് നടത്തി ആ വോട്ടുകൾ പരമാവധി പോളിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. BJP ശക്തി കേന്ദ്രമായ നഗരസഭയിലെ പോളിംഗ് കുറവ് ചർച്ചയാക്കി UDF. സീപ്ലെയിനിൽ വിട്ടുകൊടുക്കാതെ CPM-ഉം CPI-യും പോര് നേർക്കുനേർ. ടൂറിസം വകുപ്പിനെ ലക്ഷ്യമിട്ട് TJ ആഞ്ചലോസ്. പദ്ധതി ലാഭമാകില്ലെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുവെന്ന് ജനയുഗത്തിൽ ലേഖനം. ആലപ്പുഴയിൽ സീപ്ലെയിൻ ഇറക്കുമെന്ന് തിരിച്ചടിച്ച CPM ജില്ലാ സെക്രട്ടറി. സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കണമെന്ന് തന്നെയാണ്. ആലപ്പുഴയിലെ ടൂറിസം നല്ല രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല രൂപത്തിലേക്ക് നമ്മുടെ കായൽ ടൂറിസവും അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. TJ ആഞ്ചലോസിന്റെ പ്രശ്നം മനസ്സിലാകുന്നില്ലെന്നും R നാസർ. വയനാട് ദുരന്ത സഹായം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് MP-മാരോട് മുഖ്യമന്ത്രി. കേരളത്തോട് കടുത്ത അവഗണനയാണെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി. വയനാട്ടിലെ ദുരിതക്കാഴ്ചകളുമായി News 18 പരമ്പര. മറന്നോ വയനാടിനെ തുടരുന്നു. പ്രശ്ന പരിഹാരം സങ്കീർണം. ബാങ്ക് വായ്പയുള്ളവർക്ക് മൊറട്ടോറിയം ആശ്വാസമാവില്ല. വില്ലൻ വേഷങ്ങളിൽ തുടങ്ങി സ്വഭാവ നടനായി തിളങ്ങിയ മേഘനാഥിന് വിട. അന്ത്യം കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഇന്ന് രാവിലെ. സംസ്കാരം ഷൊർണൂരിലെ വീട്ടിൽ ഉച്ചകഴിഞ്ഞ്.